ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് ചായ കുടിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ തുടങ്ങണത് തന്നെ. അപ്പോൾ പെട്ടെന്ന് എടുത്ത വീഡിയോ കേട്ടോ. ഞാനും ജസിത്താത്തി റിസമോളും കോട്ടക്കുന്നക്ക് പോണ വീഡിയോ ആണ്. അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊരു നാലേകാലൊക്കെ ആയപ്പോഴാട്ടോ കോട്ടക്കുന്ന് പോയത്. അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ മലപ്പുറത്തുനിന്ന് ചായ കുടിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ നല്ല നല്ല കമൻസുകളൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനും റിസമോളും ചായ കേട്ടോ കുടിക്കണേ. പിന്നെ ഒക്കെ ഒരു പീസ് കേക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് ഞങ്ങൾ രണ്ടാളും കൂടെ കഴിക്കുന്നുണ്ട്. പിന്നെ ജസിത്താത്താക്ക് ചായ വേണ്ട, ലൈമ് മതി പറഞ്ഞിട്ട് ജസിത്താത്ത ലൈമ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈമൊക്കെ കുടിച്ച് അങ്ങനെ പോവാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടോ. വീട്ടിൽ നിന്ന് ചായ അടിച്ചാൽ മറന്നു വരും. ഓക്കെ, ഞാൻ ജസിത്താത്ത അവിടെ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനും മോനും റിസിയും കൂടി വന്നതിന് കേട്ടോ. ആ വ്ളോഗ് എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ തലവേദന ഉണ്ടായിരുന്നു. തലവേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ ചായ ഞാനും ജസിത്താത്തയും കുടിച്ചെന്താ ജസിത്താത്തയും കുടിച്ചത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചായ അടിച്ചാൽ ആ ഒരു ക്ഷീണം അതൊക്കെ മാറൂലേ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചായയും പിന്നെ റിസമോക്ക് ഒരു. അപ്പോൾ നമ്മൾ നമ്മൾ ഇപ്രാവശ്യം കോട്ടക്കുന്ന് സ്റ്റെപ്പ് കയറുന്നില്ല. ഇന്ന് ഞങ്ങൾ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓഫാക്കിയത്. ഞങ്ങൾ പോണ വയ്യാട്ടോ. ഞാൻ കാണിച്ചാറ്, ജസ്റ്റ് ഞാൻ കാണിച്ചാറ്, അവിടെ എത്തിയിട്ട് കാണിച്ചാറ് കേട്ടോ. അപ്പോൾ ഇതാട്ടോ എന്താ ഈ വയ്യാട്ടോ. അതിൽക്കൂടെ പോയാൽ സ്റ്റെപ്പ് കയറി പോവുക. ഇതിലാകുമ്പോൾ നമുക്ക് നേരെ റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ നടന്നാൽ മതി. അപ്പോൾ ഞാനും ജസിത്താത്തയും റിസമോളും കേട്ടോ, ഞങ്ങൾ മൂന്നാളും കൂടെ വന്നിക്കണേ. ഞാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കും, അല്ലെങ്കിൽ ആദ്യം ആ വീഡിയോ അത് എഡിറ്റ് ചെയ്തിട്ടില്ല എപ്പോഴും. എന്നുവെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ആക്കണ്ട കേട്ടോ. അപ്പോൾ 2 കോട്ടക്കുന്നത്തെ വിശേഷങ്ങളാവൂലേ. നോക്കാം എന്തെങ്കിലും വെറൈറ്റി ഇതിൽ ആഡാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, എനിക്ക് ചെറുതായിട്ട് തലവേദന ഒക്കെ ഉണ്ട്. തലവേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ നോക്കാം. വലിയ തലവേദനയൊന്നുമില്ല, ചെറിയ തലവേദന ഉണ്ട്. ഗൈസ്, കുറേ ആൾക്കാർ എന്താ ഹലോ ഗൈസ് അറിയാം നമ്മളതാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു കയറ്റം നോക്കി. ഇത് പിന്നെ കുഴപ്പമില്ല കേട്ടോ കയറാൻ. മറ്റേ സ്റ്റെപ്പ് കയറാൻ കഴിയൂല മക്കളെ. സ്റ്റെപ്പ് കയറാൻ കഴിയൂല എന്ന് പറയാം. വണ്ടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും പച്ച, അവിടെ കാണുന്ന പുല്ലും പച്ച, വെറൈറ്റി സെയിം പിച്ച് പുല്ലേ നമ്മളുണ്ടാളും. ഇയമോള് നടന്ന് കഴിഞ്ഞു വയസ്സ്. ഇയമോൾ ഇടക്കിടക്ക് സൗണ്ടും കാര്യങ്ങളും കരച്ചിലും പൊടിച്ചിലും ഒക്കെ ഉണ്ട്. അതാ ഇയമോളുണ്ടോ? ഇയമോള് കരിയാണ്. ഓക്കെ, നടന്ന് ഇവിടെ എത്തിക്കണു. ഇനി കുറച്ച് അങ്ങോട്ടുള്ളൂ എന്നാ പറഞ്ഞേ. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്റ്റെപ്പ് കയറില്ലാറ് നല്ലത് ഇതന്നെ, ഇങ്ങനെ നടക്കണതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം സോറി ഗൈസ്, ഇതാവുമ്പോൾ സ്റ്റെപ്പ് കയറണ്ട. യമൂളുണ്ടോ നടന്ന് കുഴങ്ങിത്ര. ഇനി ഈ ഒരു കയറ്റം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ എത്തി. ഇത് കോട്ടക്കുന്നിൻ്റെ ബാക്ക് വഴിയാട്ടോ, ബാക്കിലൂടെ വരണ. ഈ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് വരാൻ പറ്റിയ ഒരു വഴിയാട്ടോ ഇത്. റോഡ് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ജസിത്താത്ത പോണു. ഓക്കെ, അയ്യോ ഞാൻ ആകെ വയർത്ത് ഗൈസ് കഴിഞ്ഞ്. ഇത് DTPC ഹാള് കോട്ടക്കുന്ന്, ഈ ഹാള് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ എന്താ പറയുക, ഈ എന്തൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് തോന്നുന്നുണ്ട്. ഈ ഓരോരോ കമ്പനിക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നോക്കിയാൽ അതാ സ്റ്റെപ്പുകൾ കാണും കേട്ടോ. ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സ്റ്റെപ്പുകൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തി ഗൈസ് കണ്ടോ, ഒന്നുമേലെത്തി. ഓക്കെ, ആ അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് കൊടുക്കട്ടെ, 20 രൂപ ഒരാൾക്ക്. അപ്പോൾ ഗൈസ് ടിക്കറ്റ് വാങ്ങി, ടിക്കറ്റ് എടുത്തു, ബാക്കി പൈസ കിട്ടി. ടിക്കറ്റ് ജസിത്താത്തടുത്തുണ്ട് കേട്ടോ. ഇനി കുറച്ച് നടന്നാൽ മതി കേട്ടോ, തുള്ളി നടന്നാൽ മതി. നല്ല അടിപൊളി കാറ്റ് വീശാൻ നല്ല സുഖം. ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആയിക്കൂടെ കാണും. സ്റ്റെപ്പ് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല, ഓരോരുത്തർ കയറി അതിലിങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോവാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം, അതിൻ്റെ അവിടേക്ക് കയറിയിട്ട് കാണാം. കാറെല്ലാം വേനുണ്ട് ഗൈസ്. ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ കാല് ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിന്ന് അപ്പോൾ മുത്തുമണികളെ വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ എനിക്ക് കൈമലും കാൽമലൊക്കെ മുറി ആയതുകൊണ്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വേദന പിന്നെ ഇളകി നടന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ എത്തിട്ടോ. ഞാൻ അവിടെ ഫുള്ള് പാട്ടിട്ടതുകൊണ്ട് അതിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ ഓർമ്മ തന്നെ കോപ്പിറൈറ്റ് വരുന്നു. അത് രണ്ടാമത് വോയിസ് റെക്കോർഡ് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു ചെയറിലിരുന്നു കേട്ടോ. ജിസ്താൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ജിസ്താത്ത അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ യമഹൻ്റെ എന്തോ വണ്ടീൻ്റെ എന്തോ സെയിൽസ് എന്താ അറിയില്ല, അതവിടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ നടക്കുക കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ കാല് വേദന മാറിയപ്പോൾ വീണ്ടും നടക്കുകയാണ്. ഇനി ഞങ്ങൾ എന്താട്ടോ ഓരോരോ ചുറ്റി കണ്ട ഓരോ സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല നിങ്ങൾക്കും കാഴ്ചകൾ കാണാം. ജിസ്താത്ത ഫോണിലാട്ടോ, നാസർക്കാക്ക മെസ്സേജ് അയക്കണം. അപ്പോൾ അതാ ബിസിയാണ്. ഞാൻ ചിലപ്പോൾ ഇതിൽ വോയിസ് ഓവർ കൊടുക്കും, കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെറുതായിട്ട് പണി തരുമോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കോർഡ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗെയിംസൊക്കെ. നല്ല കാറ്റ്. നമ്മൾ കേറിയിലൊരു തോണിയിൽ അതിൽ കാണാം. പിന്നെ നമ്മളവിടെ അങ്ങനെ നടന്നപ്പോൾ ജസിത്താത്താൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ജസിത്താത്ത കണ്ട് അപ്പോൾ അങ്ങനെ അവിടെ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനും റിസമോളും എന്താ പറയുക വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. വിഷു ആയതുകൊണ്ട് നല്ല ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തുമണികളെ ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോവാട്ടോ. അവിടെ ഒരു കുട്ടികളത് അതുപോലെ വലിയവർക്ക് കയറാൻ പറ്റിയൊരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ പോവാണ്. അവിടെ പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത്
40 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. പിന്നെ 4 എണ്ണത്തിൽ കയറുകയാണെങ്കിൽ 100 രൂപ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ ആകെ ഒരെണ്ണത്തിൽ കയറാം, കാരണം അതിന് ടൈമുമില്ല, നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറാൻ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ടോ ഞാനും നിയമോളും ജസ്റ്റാത്തി. അപ്പോൾ ഇതിൽ കയറി കുഞ്ഞു മക്കളെ കയറേണ്ടിയില്ല എന്നായിട്ടോ ലാസ്റ്റ്. കാരണം അതിങ്ങോട്ട് നമ്മളെ റൗണ്ട് അടുപ്പിച്ചിട്ട് തലൊക്കെ കറങ്ങി എന്തോ പോലെ തീരെ വയ്യാതെ കഴിട്ടോ. കാരണം തല കറങ്ങുക, ഛർദ്ദിക്കാൻ വരിക, പിന്നെ വയറൊക്കെ വേദനിക്കുക, അങ്ങനെയൊക്കെ ആയിട്ടോ. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. പക്ഷേ ലാസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. എനിക്കും ജസിതാത്താക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ മോൾക്ക് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് കണ്ണൊക്കെ ചെമ്പി ഇരുന്ന് കേട്ടോ. കാരണം തല കറങ്ങുക, ഭയങ്കര ഇടങ്ങാറ്. അങ്ങനെ പിന്നെ ഞാൻ ജസ്താത്ത ഇങ്ങനെ പറഞ്ഞു അതിൽ കയറേണ്ടില്ലേനു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ. ആദ്യം വലിയ സ്പീഡില്ല, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര സ്പീഡ്. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം തിരിച്ച് വീട്ടിലോട്ട് വരാൻ കഴിയൂലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. കാരണം അങ്ങനെ വയ്യാതായി എനിക്കും ജസിതാത്താക്കും. തല കറങ്ങിയിട്ട് വൊമിറ്റ് ചെയ്യാൻ വരിക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇതിലൊക്കെ കയറി നമ്മൾ മോക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ 40 രൂപ ഉള്ളൂ. അപ്പോൾ ഏതാ ജസിതാത്ത ഇതാക്കണോ. ഏതായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഐസ്ക്രീമോ പോപ്കോൺ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കരുത് അങ്ങനെ വന്നോട്ടോ. അപ്പോൾ പലയിടത്തും പല റേറ്റ് ആട്ടോ ഒരു പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയില്ല, വേറെ സ്ഥലത്ത് കേട്ടോ വാങ്ങിച്ചത് ഐസ്ക്രീമും പോപ്കോണും. ഈ ജസിതാത്ത ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ജസിതാത്തക്ക് വേണോ വെച്ചപ്പോൾ ഒന്നും വേണ്ടാന്നും പറഞ്ഞു. എന്താ ജസിതാത്ത ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ജസിതാത്തക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. അപ്പോൾ ഗൈസ് സിയമോക്ക് പോപ്കോണും എനിക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും ഇട്ട് വാങ്ങിയിട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഞാൻ ഐസ്ക്രീമൊക്കെ തിന്ന് നടക്കട്ടെ ഗൈസ്. ജസിതാത്ത ഒന്നും വാങ്ങില്ല, ഞാൻ വാങ്ങിച്ചിട്ടൊന്നും പറഞ്ഞില്ല. റിസക്ക് ഞാൻ പോപ്കോൺ എടുത്തു. കുറച്ച് പോപ്കോൺ എന്തോ ജസിതാത്ത തിന്നിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും തിന്നിട്ടില്ല. സൗണ്ട് ഗൈസ്. നമ്മളിവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തിട്ടോ. നമ്മൾ
സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോവാണ്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നടന്ന് പോവുകയാണ് guys. ഞാൻ വിചാരിച്ചത് നമ്മളിവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നത്, സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലൊക്കെ ഉണ്ടാവും വിചാരിച്ചത്. സ്റ്റെപ്പ് അപ്പം നമ്മൾ സ്റ്റെപ്പ്, ഇത് ഞാവൽപ്പായല്ലേ? നിലത്ത് കാണാൻ ഞാവൽപ്പായല്ലേ ഇത്? ഉണ്ടോ? ഈ സൗണ്ട് എടുത്തോളുകയാണെങ്കിൽ നല്ല രസമല്ല സൗണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഓക്കെ. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഇവിടെ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലോണം ഈ ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. ഫോണിൽ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് അറിയില്ല, നല്ല സൗണ്ട് ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പോവുകയാണെങ്കിൽ ബസ് കിട്ടൂല. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ.